നമസ്കാരം. മാങ്ങാണ്ടിക്കിട്ട് സതീശ ആർമി ഒരു പണി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സതീശന്റെ വിലക്ക് ലംഘിച്ച് സതീശനെ വെറും പരിഹാസ കഥാപാത്രമാക്കി സഭയിലേക്ക് അദ്ദേഹം പാത്തും പതുങ്ങിയും വന്നല്ലോ. ആ പാത്തും പതുങ്ങിയും വന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുകയും ചെയ്തത് സതീശനാണ്. അങ്ങനെയാണ് അതിന്റെ ചുരുക്ക് തീർത്തുകൊണ്ട് സതീശ ആർമിക്കാർ ഇന്നലെ നിയമസഭയിലേക്ക് വന്ന മാങ്ങാണ്ടിയുടെ ആഡംബര ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും വ്യക്തിപരമായിട്ട് അയച്ചു തരികയും ചെയ്തു. നിങ്ങളൊന്ന് കാണണം. ഇന്നലെ മാങ്ങാണ്ടി വന്ന സന്ദർഭത്തിൽ SFIക്കാർ നിയമസഭാ കവാടത്തിൽ ഇദ്ദേഹത്തെ തടഞ്ഞിട്ടല്ലോ. ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിയിരുന്ന ഒരു വാച്ചിന്റെ ഫോട്ടോ നിങ്ങൾ നോക്കിയേ. അത് ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്കറിയോ? ആ വാച്ചിന്റെ ഫോട്ടോ വെച്ചിട്ട് അതിന് എത്ര രൂപയാണ് എന്നുള്ളത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത് ഏത് ബ്രാൻഡാണെന്നറിയോ? റോളക്സിന്റെ സബ്മറൈൻ ഡേറ്റ് എന്നുള്ളതാണ് ആ ബ്രാൻഡ്. അതായത് 11610 LV സ്റ്റീൽ ഗ്രീൻ ആയിട്ടുള്ള ഈ വാച്ചിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 26,08,933 രൂപ. ശ്രദ്ധിക്കുക, 26,08,933 രൂപ. മാസം നിയമസഭയിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ 1,00,000 സംതിങ് ആണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് ചെലവെല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ കെട്ടുന്ന വാച്ച്, നമ്മുടെ കയ്യിലൊക്കെ സാധാരണക്കാരാണ്, ആ വാച്ചിന്റെ വില എന്ന് പറഞ്ഞാൽ 26 ലക്ഷം രൂപ. എത്ര പാവപ്പെട്ടവർക്ക് സഹായിക്കാമായിരുന്നു. ഗാന്ധിയൻ ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയാണ് കോൺഗ്രസിനകത്ത്. PK ഫിറോസ് എന്ന യൂത്ത് ലീഗ് നേതാവിനെ പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെയും ആഡംബരം എത്ര തീവ്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിൽ കെട്ടുന്ന വാച്ചിന്റെ വില 26 ലക്ഷം രൂപ. ആ പൈസ ഒരു 26 പേർക്ക് വീതിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് 9,000 രൂപയുടെ വാച്ച് കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊന്നും പറയില്ലായിരുന്നു. 26 ലക്ഷം രൂപയുടെ വാച്ച്, അതായത് അടിമുടി നോക്കിക്കഴിഞ്ഞാൽ ധരിക്കുന്നതെല്ലാം കൂടി 50 ലക്ഷം വരും. ചെരുപ്പ് 5 ലക്ഷം രൂപ, ഷർട്ട് മിനിമം 5,000 രൂപയാണ് ഒരു ഷർട്ടിന്റെ വില. അങ്ങനെ സകലമാന ബ്രാൻഡഡ് ഇടുകയാണ്. അങ്ങനെ സകലമാന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ബ്രാൻഡഡ് ഉപയോഗിച്ചൂടെ എന്നുള്ള ചോദ്യമുണ്ട്. ഉപയോഗിക്കാന്നേ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അത് ഉപയോഗിക്കാൻ ഇപ്പൊ PK ഫിറോസിന്റെ കാര്യം എടുത്താലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്താലും ഇവരൊക്കെ വളർന്നു വന്നത് ഏത് സാഹചര്യത്തിലാണ്, എന്ത് ജോലി ചെയ്തിരുന്നു, ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു അമ്മ മാത്രമാണ്, അച്ഛനില്ലായിരുന്നു, സാധാരണക്കാരനായിട്ടുള്ള ഒരു കുടുംബമാണ്, LIC ഏജന്റ് ആയിരുന്നു അമ്മ. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മകന് നേരത്തെ വേലയും കൂലി ഒന്നുമില്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയി എന്നത് മാറ്റി നിർത്തിയാൽ ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് എവിടെ നിന്നാണ് ഈ പണമെന്ന് ചോദിക്കുമ്പോഴാണ് വയനാട് യൂത്തന്മാർ പിരിച്ച ഫണ്ട് എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ ഇതുപോലെ 26 ലക്ഷത്തിന്റെ വാച്ചായിട്ടുണ്ട്, ഗർഭചിത്രത്തിന് ബംഗളൂരിൽ ബില്ലായിട്ടുണ്ട്. പിന്നീട് അവരുടെ ജീവിതങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പലയിടങ്ങളിലും UK ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ പണം വേണ്ടേ? ആഡംബര ജീവിതങ്ങൾ നയിക്കാനായിട്ട് ചില്ലറ കാശാണോ വേണ്ടത്? ഇപ്പോ 88 ലക്ഷം രൂപ ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞു. നേരത്തെ പിരിച്ചത് 2 കോടിയിൽ പരം രൂപയാണെന്ന് പുറത്തു വന്ന വിവരങ്ങൾ. അടിച്ചു പൊളിച്ച് തീർത്തു. എങ്ങനെ? വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ എല്ലാം കാട്ടിക്കൊണ്ട് അവരുടെ പേരിൽ വീട് വെച്ചു കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് പറഞ്ഞു പറ്റിച്ച് പിരിവെടുത്ത് ഏതൊക്കെ തരത്തിൽ ആഡംബര ജീവിതത്തിൽ ആ പണം അടിച്ചു തീർത്തു നോക്കിയേ. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുറി, അതും ബംഗളൂരുവിൽ. അവിടെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളിൽ ഉണ്ടാകുന്ന മാങ്ങാണ്ടി കിളിർക്കലിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ മുടക്കുന്നു. കൈകാലുകളിൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഇടുന്ന വാച്ച്, ഷർട്ട്, പിന്നെ ഉപയോഗിക്കുന്ന ഫോണ്, ഹെഡ്ഫോൺ തുടങ്ങി സകലതിനും അദ്ദേഹം ലക്ഷങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചു കളയുമ്പോൾ വീട്ടിൽ നിന്ന് അടയ്ക്ക പറിച്ചു കൊണ്ടുവന്നതോ നാളികേരം ഇട്ടതോ അല്ല. ഇതെല്ലാം ഈ നാട്ടിലെ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പേരിൽ പിരിച്ചെടുത്ത പണമാണ്. അതൊക്കെ എങ്ങോട്ട് പോയി, വീട് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഉത്തരം പറയാതെ ചുറ്റിക്കളിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട്. 26 ലക്ഷം രൂപയുടെ ഒരു വാച്ച് കെട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കെട്ടുമ്പോൾ താൻ വിശ്വസിക്കുന്നത് ഒരു ഗാന്ധിയൻ ആദർശമാണെന്ന് മറന്നുകൊണ്ട് ഇത്രയും ആഡംബര ജീവിതമൊക്കെ നയിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിന് ചേർന്നവരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്.